ഹായ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കറണ്ടില്ലാത്ത കാരണം ഇന്ന് കറവ കുറച്ച് ലേറ്റായി, ഒരു അരമണിക്കൂറോളം. ഇപ്പോൾ വന്നേ ഉള്ളൂ കറണ്ട്. അറൗണ്ട് വൈകിട്ട് 5:30 മണിയാവണം. ക്ലീനിങ്ങൊക്കെ നടക്കണേ ഉള്ളൂ. ഒരു സൈഡായി, ഒരു സൈഡ് നമ്മളത് മെഷീൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് ക്ലീൻ ചെയ്തിട്ട് ഫീഡൊക്കെ കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡ് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മഴ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്, കണ്ടോ? ചെറിയ പെയ്താൽ നന്നായിരുന്നു. ഒരു 2 ദിവസം 3 ദിവസമൊക്കെ അടുപ്പിച്ച് വേനൽ മഴ കഴിഞ്ഞ ഒരു 20 ദിവസം മുന്നേ കിട്ടിയമാരെ കിട്ടുകയാണെങ്കിൽ ചെറുതായിട്ടൊരു ചൂടിന് ആക്കം കിട്ടിയേനെ. ഭയങ്കര ചൂടായിപ്പോൾ. ഇവർക്കൊരു ഫോഗർ സെറ്റപ്പ് റെഡിയാക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 24 പോയിൻ്റ് 30 പോയിൻ്റെങ്കിലും ഉള്ള ഫോഗർ സെറ്റ് വേണം. ഇത് നോക്കുമ്പോൾ ഒരു 6500 റേഞ്ചൊക്കെയാണ് പറയണത്. 3500 തൊട്ട് സാധനമുണ്ട്. എന്തായാലും അടുത്ത ആഴ്ച കോയമ്പത്തൂർ പോകുന്നുണ്ട്. നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടായി. ഉച്ചയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലത്ത് നമ്മളിത് ഈ ലാസ്റ്റുള്ള 3-4 പശുക്കൾ ഇവിടെ ഒരു 11 മണി 11:30 വരെ ഈ സൈഡ് നല്ല വെയിലായിരിക്കും. അപ്പോൾ ഇവരെ നമ്മൾ പുറത്തിറക്കി തോട്ടത്തിൽ കൊണ്ട് കെട്ടും. ഫസ്റ്റത്തെ 3-4 പേരെ വെയിലടി കഴിഞ്ഞവരെ. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 3-4 മണിയാകുമ്പോഴാണ് കൊണ്ടുവരിക. കുട്ടികളെ ഇപ്പം നമ്മൾ ഡെയിലി പുറത്ത് കെട്ടുന്നുണ്ട്. പിന്നെ ബോൾ സെറ്റ് ഉള്ളതുകൊണ്ട് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ലാതെ ഇങ്ങനെ പോണു. ഫോഗറും കൂടെ വെച്ചില്ല പറഞ്ഞാലേ ഇനിയിപ്പോൾ ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും നല്ലോണം ബുദ്ധിമുട്ടും നമ്മൾ. എല്ലാം HF ക്രോസ് ആണല്ലോ. ജേഴ്സി കുറച്ചേ ഉള്ളൂ നമ്മുടെ അടുത്ത്. അതേ ആ ലാസ്റ്റ് ഉള്ളവൻ മാത്രമാണ് നമ്മുടെ അടുത്ത് ആൾമോസ്റ്റ് ആ മുട്ട HF കൂടുതലുള്ളത്. ഒരു അറൗണ്ട് 70% HFൻ്റെ ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നുന്നു. ദൈവം മാത്രം. ഈ ലാസ്റ്റത്തെ ഇവിടെ നമ്മൾ ഒരു 88-90 രൂപയ്ക്ക് എടുത്തതാണ് ഈ റോഡിൽ നിന്ന്. അവളെ മാത്രമായിരുന്നു നമുക്ക് പേടിയുണ്ടായിരുന്നു സെറ്റാവുമോ എന്നുള്ളത്. പക്ഷേ ആൾ മറ്റുള്ളവരെക്കാട്ടി ഉഷാറായി സെറ്റായി. ഓക്കെ, ബൈ.